അപ്പോൾ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് ചെയ്തതെന്നാണ് വെപ്പ്. പക്ഷെ പാവപ്പെട്ടവരെ ബാങ്കുകളിൽ നിന്നും പുറത്താക്കുന്ന പണിയാണ് ഇപ്പോൾ പിണറായി വിജയൻ ചെയ്തത്. അവരിനി പലിശക്കാരെടുത്ത് പോകണം. കേരള ബാങ്ക് എന്ന് പറയുന്നത് സഹകരണ മേഖലയിലെ ഒരു ദുരന്തമാണ്. ഇന്നിപ്പോൾ കരുവന്നൂരിലെ പ്രശ്നം ഏതാണ്ട് പരിഹരിക്കപ്പെട്ടുവെന്ന് ഗവൺമെൻറ് പറയുന്നുണ്ടെങ്കിലും അതുണ്ടാക്കിയ ആഘാതം പാറശാല മുതൽ മഞ്ചേശ്വരം വരെയുള്ള സഹകരണ സംഘങ്ങളിൽ നിന്നും ഡെപ്പോസിറ്റ് പിൻവലിക്കപ്പെടുകയാണ്. ഈ സർക്കാരിന് ഇതിനെക്കുറിച്ച് എന്തറിയാം? അവരേതോ സ്വപ്ന ലോകത്തല്ലേ. നമസ്കാരം. സഹകരണ മേഖലയെ തന്നെ തകർത്തുകൊണ്ടിരിക്കുന്ന കേരള ബാങ്കിൻ്റെയും നമ്മുടെ സർക്കാരിൻ്റെയും നടപടികൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരികയാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് CMP നേതാവായ CP ജോൺ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. ഈ സഹകരണ മേഖലയെ കേരള ബാങ്ക് എങ്ങനെയൊക്കെയാണ് ഈ തകർത്തുകൊണ്ടിരിക്കുന്നത്? സഹകരണ മേഖല തകരുക എന്ന് പറയുന്നത് കേരള ബാങ്കിൻ്റെ ഇടപെടൽ അതിലൊരു പ്രധാന ഘടകമാണ്. ആ ഘടകമെന്ന് പറയുന്നത് സഹകരണ ബാങ്കുകൾക്ക് എന്തെങ്കിലും പ്രതിസന്ധി വന്നാൽ ആ പ്രതിസന്ധി പരിഹരിക്കാനുള്ള മെക്കാനിസമായിരുന്നു ജില്ലാ ബാങ്ക്. ഒരു സഹകരണ ബാങ്കിൽ എന്തെങ്കിലും പ്രതിസന്ധി ഏത് തരത്തിലാവട്ടെ വന്നു കഴിഞ്ഞാൽ 50-100 കോടി രൂപ അവർക്ക് അഡ്വാൻസ് ചെയ്തുകൊണ്ട് പിന്നീട് അവരിൽ നിന്നും പിടിച്ചെടുത്ത് അവരുടെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് പഴയ രീതി. ഇന്ന് കേരള ബാങ്ക് എന്ന് പറയുന്നത് റിസർവ് ബാങ്കിൻ്റെ പരിപൂർണ നിയന്ത്രണത്തിലായി എന്ന് മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ്റിനും റിസർവ് ബാങ്കിനും മാത്രമാണ് ഇന്ന് കേരള ബാങ്കിൻ്റെ മുകളിൽ നിയന്ത്രണമുള്ളത്. ആ കേരള ബാങ്ക് ഇവിടെയുള്ള 13,000 വരുന്ന മിസ്ലേനിയസ് സൊസൈറ്റികൾക്ക് അവർ അനുഭവിച്ചിരുന്ന ഓവർ ഡ്രാഫ്റ്റ് അഥവാ ഓടി കൊടുക്കുന്ന നിർത്തി. പ്രതിസന്ധിയൊന്നും വേണ്ട, ബിസിനസ് ചെയ്യാൻ ബിസിനസ് ഓടി എന്ന് പറയും. ഞാൻ പ്രസിഡൻ്റായിട്ടുള്ള സംഘത്തിൽ ഏതാണ്ട് 20 കോടിയുടെ അടുത്താണ് ഡെപ്പോസിറ്റ് ഉള്ളത്. 2 കോടി രൂപ ഞങ്ങൾക്ക് ഓടി കിട്ടുമായിരുന്നു. ഇപ്പോൾ ഓടി കിട്ടുന്നില്ല. ആ ഓടി എടുത്തിട്ടാണ് നമ്മളിവിടെ നമ്മുടെ കടപ്പുറത്തുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് 10,000 രൂപ വീതം ഓരോരുത്തർക്കും 20 വർഷം മുമ്പ് കൊടുത്തുകൊണ്ടിരുന്നത്, അവരെ പലിശക്കാരിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ ഈ കേരള ബാങ്ക് എന്ന് പറയുന്നത് സഹകരണ മേഖലയിലെ ഒരു ദുരന്തമാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, സഹകരണ മേഖലയിൽ തന്നെയുള്ള കള്ളനാണയങ്ങൾ സഹകരണ മേഖലയെ തകർത്തിട്ടുണ്ട്. കരുവന്നൂർ അതാണ്, കണ്ടല അതാണ്, നിരവധി ബാങ്കുകളുണ്ട്. ഇപ്പോൾ നിയമത്ത് വന്നു. ഞാൻ ഓരോന്നായിട്ട് പറയാൻ രാഷ്ട്രീയമില്ല, ഇരുഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അത് കൃത്യമായി അവരെ പോലീസ് നടപടിയെടുത്ത് അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്തിട്ടായാലും ശരി, അതും ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത്. ഇന്നിപ്പോൾ കരുവന്നൂരിലെ പ്രശ്നം ഏതാണ്ട് പരിഹരിക്കപ്പെട്ടുവെന്ന് ഗവൺമെൻറ് പറയുന്നുണ്ടെങ്കിലും അതുണ്ടാക്കിയ ആഘാതം പാറശാല മുതൽ മഞ്ചേശ്വരം വരെയുള്ള സഹകരണ സംഘങ്ങളിൽ നിന്നും ഡെപ്പോസിറ്റ് പിൻവലിക്കപ്പെടുകയാണ്. ആ ഡെപ്പോസിറ്റ് പിൻവലിച്ചാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെങ്കിലും താഴെ വീഴും. പ്രത്യേകിച്ചും പ്രീ മച്വർ ഡെപ്പോസിറ്റുകൾ, കാലാവധി പൂർത്തിയാക്കാത്ത ഡെപ്പോസിറ്റുകൾ പിൻവലിക്കരുത് എന്ന് ഗവൺമെൻറ് ഒന്ന് പറയണ്ടേ? നിയമപ്രകാരമല്ല. നിങ്ങൾ ഓടിപ്പോയിട്ട് ഡെപ്പോസിറ്റ് പിൻവലിക്കരുത്. 10 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് 2 കൊല്ലത്തേക്ക് ഇട്ടിട്ട് 6 മാസം കഴിയുമ്പോൾ പിൻവലിക്കാൻ ചെന്നാൽ, അത്യാവശ്യത്തിനാണെങ്കിൽ ശരി, പേടിച്ചിട്ട് ആൾക്ക് പോകുമ്പോൾ സഹകരണ മേഖലയ്ക്ക് നഷ്ടപ്പെട്ട ട്രസ്റ്റ്, വിശ്വാസ്യത വീണ്ടെടുക്കാൻ ഗവൺമെൻറ് ഒന്നും ചെയ്യും. ഇതാണ് വിഷയം. ഈ ഒരു മേഖലയ്ക്കെതിരെ കേരള ബാങ്കിൻ്റെ പ്രവർത്തനം ഇങ്ങനെയാണ് എങ്കിൽ കേരള ബാങ്ക് നിലനിൽക്കേണ്ട ആവശ്യകതയുണ്ടോ? കേരള ബാങ്ക് നിലനിൽക്കേണ്ട ഒരാവശ്യവും കേരള ബാങ്കിനുമില്ല, നാടിനുമില്ല. കേരള ബാങ്ക് വീണ്ടും ജില്ലാ ബാങ്കുകളാക്കി മാറ്റണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ജില്ലാ ബാങ്കുകളാക്കി ഇന്ത്യയിൽ ആകെ ഒരു സ്റ്റേറ്റിൽ മാത്രമേ, ഛത്തീസ്ഗഡോ മറ്റൊരു സ്ഥലത്ത് മാത്രമാണ്, ജാർഖണ്ഡിലോ മാത്രം, അവിടെ വലിയ സഹകരണമൊന്നും ഇല്ല. വേറെ എല്ലായിടത്തും ജില്ലാ ബാങ്കുണ്ട്. അതിന് സെൻട്രൽ ബാങ്ക് എന്നാണ് പറയുന്നത്. സെൻട്രൽ ബാങ്കുകൾ എന്ന് പറയുന്നത് പ്രൈമറി സൊസൈറ്റികളുടെ ഒരു റിസർവ് ബാങ്കാണ്. ഇപ്പോൾ നമ്മുടെ കാത്തലിക് സിറിയൻ ബാങ്കിനോ ഫെഡറൽ ബാങ്കിനോ അല്ലെങ്കിൽ ധനലക്ഷ്മിക്കോ ഒരു പ്രശ്നം വന്നാൽ അവർ റിസർവ് ബാങ്കിലേക്കല്ലേ പോകുന്നത്. അതുപോലെ സംഘങ്ങളുടെ റിസർവ് ബാങ്ക് സെൻട്രൽ ബാങ്ക് എന്നാണ് എൻ്റെ പേര്, ജില്ലാ ബാങ്ക് എന്നല്ല. ഡിസ്ട്രിക്ട് ബാങ്ക് എന്ന് പറയുമെങ്കിലും ടെക്നിക്കലി അതൊരു സെൻട്രൽ ബാങ്കാണ്. നമ്മുടെ സർക്കാർ അത്തരത്തിലൊരു നടപടിയിലേക്ക് നീങ്ങുമോ? ഈ ജില്ലാ ബാങ്കുകൾ ഈ സർക്കാരിന് ഇതിനെക്കുറിച്ച് എന്തറിയാം? അവരേതോ സ്വപ്ന ലോകത്തല്ലേ. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞു ആളുകളെ ജപ്തി ചെയ്യാൻ പാടില്ല. ശരിയാണ്, പാവപ്പെട്ട ആളുകൾ, വേറെ ഗുണപ്പാടമില്ലാത്തവർ, വരുമാനമില്ലാത്തവർ, പാവങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ ദളിതുകൾ, അവരുടെയൊക്കെ കാര്യത്തിലൊരു കരുതൽ വേണം. പക്ഷേ ബാങ്കിന് ഗവൺമെൻറ് പൈസ കൊടുക്കണം. അങ്ങനെയല്ലേ മൻമോഹൻ സിംഗ് ചെയ്തത്.
കർഷകരുടെ കടം എഴുതി തള്ളിയപ്പോൾ ബാങ്കുകൾക്ക് ഗവൺമെൻറ് പൈസ കൊടുത്തില്ലേ? ഇത് മൂപ്പർക്ക് അവിടെ ഇരുന്ന് പറയുന്നതിന് എന്താ പ്രശ്നം? ഡെപ്പോസിറ്ററുടെ അല്ലേ പൈസ? അപ്പം ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ സാവകാശം കൊടുക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. പക്ഷെ വീടിൽ തുടരുത് എന്ന് പറഞ്ഞാൽ ഹൗസിംഗ് സൊസൈറ്റികൾ എങ്ങനെ പ്രവർത്തിക്കും? ഹൗസിംഗ് സൊസൈറ്റിയുടെ തത്വം തന്നെ എന്താ? പണിത വീട് പണയപ്പെടുത്തുക അല്ലേ? അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ ആളുകൾക്ക് വല്ല സ്വത്തുണ്ടോ? നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും 2.5 സെൻറ്റ് 3 സെൻറ്റ് വീടാണുള്ളത്. അതിപ്പോൾ തിരുവനന്തപുരത്ത് 3 സെൻറ്റ് എന്ന് പറയുമ്പോൾ 15 ലക്ഷം 20 ലക്ഷം രൂപയുടെ വാല്യുവേഷൻ ഉണ്ട്. അപ്പോൾ 5 ലക്ഷം റുപ്യ അവർക്ക് കിട്ടും. ഇപ്പം എന്താ സ്ഥിതി? ഇനി അവരെ സഹകരണ ബാങ്കിലേക്ക് ആളുകൾ അടുപ്പിക്കില്ല. അപ്പോൾ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് ചെയ്തതെന്നാണ് വെപ്പ്. പക്ഷെ പാവപ്പെട്ടവരെ ബാങ്കുകളിൽ നിന്നും പുറത്താക്കുന്ന പണിയാണ് ഇപ്പോൾ പിണറായി വിജയൻ ചെയ്തത്. അവരിനി പലിശക്കാരെടുത്ത് പോകണം. പലിശക്കാർ ഗൂണ്ടകളല്ലേ, അവരെങ്ങനെയെങ്കിലും ഈടായിക്കോളും. അത് പിണറായി വിജയൻ അറിയോ? സഹകരണ ബാങ്കിൽ നിന്നും സാധാരണക്കാർ പുറത്തു പോയാൽ അവരെ പലിശക്കാരുടെ വായിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നതിന് തുല്യം. സഹകരണ മേഖലയെ അപ്പാടെ തകർത്തുകൊണ്ടിരിക്കുന്ന കേരള ബാങ്കിൻ്റെ ആവശ്യകത പൊതുജനങ്ങൾക്ക് തന്നെ ഉണ്ടോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.